ഹായ് ഹലോ. ഇന്ന് ഞാനൊരു പഴത്തൊലിയും കഞ്ഞിവെള്ളം കൊണ്ടുള്ളൊരു വളപ്രയോഗമാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ പഴത്തിൻ്റെ തൊലിയും ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമുണ്ട്, ആ വെള്ളം കൂടിയും കൂട്ടിയിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. നമ്മളത് നല്ലോണം അരച്ചെടുത്തിട്ടോ. ഇന്നിങ്ങനെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഈ അരച്ചത് അതിലേക്ക് ഒഴിക്കട്ടോ. അത് ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് പാരുന്നത്. 2 ദിവസം മുന്നേ നമ്മളിത് പുളിപ്പിച്ചാൻ വേണ്ടി വെച്ച കഞ്ഞിവെള്ളമുണ്ട്. ആ കഞ്ഞിവെള്ളം ഇതിലേക്ക് പാർന്നിട്ട് പിന്നെ നമ്മൾ ഒരു കപ്പാണെങ്കിൽ 10 കപ്പ് വെള്ളം, ഇരട്ടി വെള്ളം എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ ആ കഞ്ഞിവെള്ളം പാർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെയും കുറച്ച് പച്ചവെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ഇങ്ങനെ കട്ടിയിൽ ഒഴിക്കാൻ പാടില്ല, നല്ലോണം നേർപ്പിച്ചിട്ടുള്ള ഒഴിച്ചു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ചെടികൾക്ക് കേടാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ അതിലേക്ക് കുറേ പച്ചവെള്ളം പാർന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി വെച്ചതാണ്. നമ്മളിത് ഓരോ ചെടീൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. നല്ല മാറ്റമുണ്ട് കേട്ടോ ചെടികൾക്കൊക്കെ ഈ വളം. ഞാൻ അധികവും ഇങ്ങനെ ഈ പഴത്തോലിയും ഉള്ളിത്തോലും പാടെ അരച്ച് പാർന്നു കൊടുക്കും. പിന്നെ പച്ചച്ചാണകം കലക്കിയിട്ട് അത് നേർപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം പാർന്നു കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറിക്കുള്ള വളങ്ങൾ. പിന്നെ ഇത് നടുമ്പോൾ ഞാൻ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നൊക്കെ അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതിലാണ് ഇത് നട്ടുകൊടുക്കൽ. അങ്ങനെ കണ്ടോ, ഈ ചെടികളൊക്കെ ഈ സ്ലറി മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം ഇതിപ്പോൾ ഒരു 4 ദിവസമായിട്ടുള്ളൂ കേട്ടോ അത് വെച്ചിട്ട്, ഈ വെണ്ട വെച്ചിട്ട്. അപ്പോൾ എല്ലാ ചെടിക്കും നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ എന്തെങ്കിലും സ്ലറികൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ കായ്ച്ച് നിൽക്കുന്ന തക്കാളി ചെടിയാണ് കേട്ടോ. ഇത് കായ ഉണ്ടാവാനും പൂവുണ്ടാവാനും നമ്മൾ കായ നല്ല വലുപ്പം വെക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്, ഇങ്ങനെ ഈ സ്ലറികൾ ഒഴിച്ചു കൊടുത്താൽ. എൻ്റെ പയറിനൊന്നും ഒന്നും നട്ടപ്പോഴും കൂടി ഒന്നും ഇട്ട് കൊടുത്തില്ല, വെറും മണ്ണിൽ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ ഈ സ്ലറി ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഈ കോളിഫ്ലവറിനൊക്കെ അത് തന്നെയാണ് വളം. അതൊക്കെ എന്ത് ഉഷാറിലെന്ന് പറയുന്നത്. കാബേജ്, കോളിഫ്ലവർ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണല്ലോ, നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങൊന്നും വേണ്ട, കളയുന്ന സാധനങ്ങളല്ലേ. പിന്നെ എൻ്റെ കമ്പോസ്റ്റ്, നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കമ്പോസ്റ്റിന് അടിയിൽ നിന്നൊരു വെള്ളം വരുമല്ലോ, ഒരു കറുത്ത കാപ്പി കളർ പോലുള്ളൊരു വെള്ളമാവും. ആ വെള്ളവും നേർപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറീൻ്റെ വളങ്ങൾ കേട്ടോ. ഇതൊക്കെ പുതിനയാണ്, ഇതൊക്കെ കുപ്പിൻ്റെ അടപ്പാണ്, കുപ്പി മുറിച്ചിട്ട് അതിൻ്റെ മൂടികളാണ്. ഇത് നമ്മളെ ബിരിയാണി ഇടുന്നൊക്കെ ഒരു ലീഫാണല്ലോ, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ നല്ല സ്മെല്ലാവും ഇതിട്ടാൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.